ഹായ് ഡിയേഴ്സ്, ഞങ്ങൾ ഇപ്രാവശ്യം പോയത് വെക്കേഷന് നെല്ലിയാമ്പതിയിലേക്കായിരുന്നു. അപ്പോൾ രാവിലെ ഇറങ്ങി. അപ്പം ഒരു തുരങ്കത്തിൽ കൂടെ ആയിരുന്നു പോകേണ്ടിയിരുന്നത്. അപ്പം ശരിക്കും എൻജോയ് ചെയ്തു. തുരങ്കത്തിലൂടെ നല്ല രസമായിരുന്നു പോകാൻ. കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് തുരങ്കം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്കുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം അതൊക്കെ പറഞ്ഞു കൊടുക്കാനും അവർക്ക് കാണാനും ഈ ട്രിപ്പ് ഉപകാരപ്പെട്ടു. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് അവിടുത്തെ ആംബിയൻസ് തന്നെയായിരുന്നു. കാരണം രണ്ട് സൈഡിലും ഗ്രീനറീസ് ആയിരുന്നു. നല്ല പച്ചപ്പ്. ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ഇത്ര നല്ല പച്ചപ്പ് കാണുമ്പം നമ്മളെ മനസ്സിനൊരു കുളിർമയാണ്. അപ്പം ഈ ട്രിപ്പുകളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണല്ലോ. അപ്പം നല്ല ഒരു ക്ലൈമാറ്റും കുട്ടികൾക്ക് കാണാൻ പല സ്ഥലങ്ങളും കാണാനൊക്കെ പറ്റി. പിന്നെ ഞങ്ങൾ അവിടെ ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. അന്ന് വിഷു ആയതുകൊണ്ട് വിഷു കൈനീട്ടം തന്നു അവർ. ഇതൊരാദ്യത്തെ അനുഭവമായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെയും, നല്ല നീറ്റായിരുന്നു. പിന്നെ ഡാം അവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഡാം കാണാൻ പറ്റി. ഡാമിൽ നല്ല വ്യൂസ് തന്നെയായിരുന്നു. ഡാമിൽ നല്ല ഗാർഡൻ, നീറ്റായിട്ടുള്ള ഗാർഡനായിരുന്നു. ഡാമിൻ്റെ അടുത്ത് ഒരു സെറ്റ് ചെയ്യുന്നു. അത് ഏക്കർ കണക്കിനുണ്ടായിരുന്നു. നടന്ന് കാണാൻ മാത്രം കുറേ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഒരു പോണ്ടുണ്ട്. പിന്നെ കുറേ സ്റ്റാറ്റ്യൂസ് ഉണ്ട്. അപ്പം കുട്ടികളൊക്കെ അവിടെ സ്റ്റാറ്റ്യൂസിൻ്റെ ഒക്കെ അടുത്ത് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അത് കുറേ നടന്നൊക്കെ കണ്ടു. നല്ല കാണാൻ പറ്റിയ ഒരു ഇതായിരുന്നു. എല്ലാ ഭാഗവും നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ. ഫുള്ള് ഗ്രീനറീസും പിന്നെ നല്ല തണുത്ത കാറ്റും. അപ്പോൾ അവിടെ റോപ്പ് വേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കയറി. അവിടെ നിന്നുള്ള വ്യൂ നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഹോഴ്സ് റൈഡിങ്, പിന്നെ സ്ലൈഡിങ്, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സൈക്ലിങ്. എടുത്തു പറയേണ്ടത് അവിടുത്തെ ഗ്രീനറീസ് തന്നെയാണ്. പിന്നെ ഉച്ച സമയം ഒരു 5 മണി ആ സമയം, 12 മുതൽ വൈകുന്നേരം വരെ നല്ല ചൂട്. അത് കഴിഞ്ഞ് നല്ല കാലാവസ്ഥ. പിന്നെ ഞങ്ങൾ സുന്ദർഗണ്ഡിൽ പോയി. അവിടെ നല്ല കാലാവസ്ഥയായിരുന്നു. അവിടെ പിന്നെ തേയിലത്തോട്ടങ്ങളായിരുന്നു ചുറ്റുഭാഗവും. നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു. എവിടെ നോക്കിയാലും വ്യൂ പോയിൻ്റ് ആയിരുന്നു. അന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഫുള്ള് ചുറ്റിക്കണ്ട് കുറേ ഇത് തന്നെ. പിന്നെ അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. പിന്നെ അവിടേക്ക് പോണ വഴി നല്ലൊരു വഴിയാണ്. അത് ഹെയർ പിൻ വളവൊക്കെ കയറിയിട്ട് വേണം പോകാൻ. ഒരു 8-9 ഹെയർ പിൻ. ഇതൊക്കെ അവർ അവിടെ നിന്ന് കളിച്ച ആക്ടിവിറ്റീസ്. ആ ഡാമിൻ്റെ അവിടെയുള്ള ആക്ടിവിറ്റീസാണ് അവർ ചെയ്തത്, പകർത്തിയതാണ്.
പിന്നെ രാത്രി വിഷു ആയതുകൊണ്ട് അവർ കുറേ പടക്കങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിരുന്നു ഈ ഹോം സ്റ്റേയിലുള്ളവർ. അപ്പോൾ അവർ നമ്മളെ മക്കൾക്ക് കത്തിക്കാനൊക്കെ പൂത്തിരിയും പടക്കങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അവർ മാക്സിമം എൻജോയ് ചെയ്തു. വിഷു ആയതുകൊണ്ട് നമുക്ക് കടി കിട്ടി, അങ്ങനെ കുറേ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരുമ്പോൾ സൂവിൽ കയറി. ആ സൂവിൽ നല്ല രസമായിരുന്നു. ഈ ക്യാമലിന് നമ്മളെന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ വേണ്ടി വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലായില്ല ഇത് എന്താണെന്ന്. അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലായത് അവിടെ കുറേ ഇലകളൊക്കെ ഉണ്ട്. അത് പെറുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു മൂപ്പരുടെ നിപ്പ്. അതിനായിരുന്നു കയ്യിലേക്കൊക്കെ നോക്കിയത്. പിന്നെയാണ് നമുക്കത് മനസ്സിലായത്. അപ്പോൾ നല്ല വിശന്നപ്പം ആണ് മൂപ്പര് നോക്കുന്നത് കയ്യിലേക്ക്. അപ്പം കുട്ടികളവിടെ അടുത്തുള്ള ഇലകളൊക്കെ പെറുക്കിയിട്ട് മൂപ്പർക്ക് കൊടുത്തു. നല്ല ഇഷ്ടമായി. പിന്നെ കുറേ കിളികളുണ്ട്. പിന്നെ മെർലി എന്ന് പറഞ്ഞൊരു തത്തയുണ്ട്. ഹലോ ഹലോ എന്ന് പറയും. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ആണെങ്കിലും അവർ കൂട്ടിലാണല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് നെല്ലിയാമ്പതിയിലെ വിശേഷം.